ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം കുറേ കാലമായി വ്ളോഗൊക്കെ ചെയ്തിട്ട് എക്സാമും അങ്ങനെ ഓരോ തിരക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഫ്രം കണ്ണൂർ. അപ്പോൾ നമ്മൾ അവളെയും കൂട്ടി ഒന്ന് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയതാ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഡേ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന്. നമ്മൾ മൂന്നാൾ മാത്രമല്ല ഉള്ള, വല്യച്ഛനും പിന്നെ എൻ്റെ ഒരു കസിൻ ചേട്ടനുണ്ട്. അപ്പോൾ ഏട്ടനും ഉണ്ട്. അപ്പോൾ ഓരവിടെ കാറിൽ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ വന്നത് എവിടെയാന്ന് കാണിച്ചു തരാം. ഇത് ചാലിയം ബീച്ചിലാണ്. ചാലിയം ബീച്ചിലാണ് നമ്മൾ വന്നത്. അപ്പോൾ നമ്മൾ ഓക്ക് ബീച്ചൊക്കെ കാണിച്ചു കൊടുത്ത് കല്ലുമ്മക്കായൊക്കെ വാങ്ങി കൊടുത്തും അങ്ങനെയൊക്കെ ആണ് ഇപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ ചെറിയ പ്ലാൻ. അപ്പം കാർ ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് ഒരു രണ്ടാളും കാറിൽ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ മൂന്നാളും ഈ നട്ടുച്ച വെയിലത്ത് ഇവിടെ ഇങ്ങനെ കാണാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഇങ്ങനെ വലിയ തിരക്കുന്നില്ല, തീരെ ആളില്ല. ഒന്നാമത് നോമ്പാണ്, രണ്ടാമത് നട്ടുച്ച സമയമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എന്തൊക്കെയാ ചെയ്യണേന്നൊക്കെ കാണിച്ചല്ലോ. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ചാലിയം ബീച്ചിലാണ് വന്നത്. ഇതിൻ്റെ അപ്പുറത്ത് അത് ബേപ്പൂർ ബീച്ച്. ഇവിടുന്ന് ജങ്കാർ കയറിയാൽ നമുക്ക് ബേപ്പൂർ ബീച്ചിലെത്താം. അപ്പം നമ്മൾ അവിടേക്ക് പോകണില്ല തോന്നുന്നുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നേരെ പോവാം എന്നാണ് വല്യച്ഛൻ്റെ പ്ലാൻ. ഇത് സ്പീഡ് ബോട്ടല്ലേ ആണെന്നാണ് തോന്നുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെ ബീച്ച് റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങളും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഞങ്ങൾ കുറേ ആയി ഇങ്ങോട്ട് വന്നിട്ട്. പണി നടന്ന ടൈമിലാണ് വന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടെ ഷോപ്പൊന്നും ഓപ്പൺ അല്ല. ഈ ഉച്ചക്ക് ഷോപ്പ് ഓപ്പൺ ആക്കിയിട്ട് ആരും വരില്ലല്ലോ, പിന്നെ നോമ്പുമല്ലേ. നന്നാക്കി ചെയ്തിട്ടുണ്ട് ഇവിടെ. കണ്ടോ നല്ല രസമുണ്ട് ഷോപ്പ്. ഒരേപോലത്തെ കുറേ ഷോപ്പ്. എന്തൊരു വെയിലാ. കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ തിരിച്ചു പോവാം. യെസ്, ഓഷ്യൻ എസ്റ്റാലിയ. ഇവിടെയൊക്കെ ശരിക്കും നൈറ്റ് വരണം, നല്ല രസമായിരിക്കും. മായ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. അല്ലാണ്ട് ഇന്നെ കാണാനുള്ള പൂതിക്ക് കണ്ണൂരിന്ന് ട്രെയിൻ കയറി വന്നതൊന്നും അല്ല. ഫേക്ക് ഫ്രണ്ട്. ഞങ്ങൾ രണ്ടാളൂടെ നാളെ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇനി കുറച്ച് ദിവസം അവിടുത്തെ വീഡിയോസൊക്കെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. എവിടെയാണെന്നൊക്കെ അടുത്ത വീഡിയോ പറയാം. അപ്പം നാളെയാണ് ഞങ്ങൾ രണ്ടാളൂടെ പോണേ. അപ്പം ഇന്നിവിടെ വന്ന് നമ്മളിവിടേക്ക് ഒന്ന് കറങ്ങി ഇന്നിവിടെ സ്റ്റേ ചെയ്ത് മീൻസ് വീട്ടിൽ നിന്ന് നാളെ രാവിലെ അങ്ങോട്ട് പോവാം എന്നാണ് പ്ലാൻ. അപ്പം എത്ര കാലം മുന്നത്തെ ഇതാവും. ഞാൻ പണ്ട് ഇവിടെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി അന്ന് ഞങ്ങള് ചെറുതാവുമ്പോ എന്നിട്ട് ഞങ്ങള് കൊറേ ശംഖൊക്കെ പെറുക്കി കൊറേ ശംഖൊക്കെ പെറുക്കി ഡബ്ബയിലിട്ട് കൊണ്ടുപോയി. നല്ല രസമാണ് സ്കൂൾ. അന്ന് ഞങ്ങള് കണ്ടൽക്കാടൊക്കെ കാണാൻ പോയി. ഈ കണ്ടൽക്കാടുണ്ടോ? നമ്മൾ തിരിച്ചു പോകുന്നു അവിടുത്തെ വെയിൽ കാരണം. ഇനി നമുക്ക് പോയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ പോവലായിരിക്കും. കിലോ 1200 ഒരു 100 കിലോ. ഇവർക്ക് 2 കൊടുത്തേ.
പറഞ്ഞിട്ടൊക്കെ മിസ്റ്റർ. ഫുഡ് കിട്ടിയിട്ടില്ല ഗായ്സ്, നമ്മൾ വെയിറ്റിംഗ് ആണ്. മീൻ പൊള്ളിക്കുന്നത് മീൻസ് പൊരിക്കുന്നതേ ഉള്ളൂ. ഇവർക്ക് എന്താ ഏര് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീൻ, വലിയൊരു മീൻ, അതിൻ്റെ നേർ പകുതി, അതിൻ്റെ മറ്റേ പകുതി നമ്മുടെ ഇപ്പുറത്തിരിക്കുന്ന ടേബിളിലെ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ വലിയ മീനൊന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്കൊരു മത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി നോക്കിയപ്പം മീനിൻ്റെ ഒരു സൈഡ് മാത്രമേ ഇപ്പം ഫ്രൈ ചെയ്തിട്ടുള്ളൂ, മറ്റേ ഭാഗം മറിച്ചിട്ടിട്ടില്ല. അപ്പം മിക്കവാറും അത്യാവശ്യം ടൈം എടുക്കാൻ മതിയാവും കിട്ടാൻ. അപ്പം ഫുഡ് കഴിക്കുമ്പോൾ പറഞ്ഞുതരാം ഫുഡ് എങ്ങനെയുണ്ട്, ടേസ്റ്റൊക്കെ പറഞ്ഞുതരാം. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അപ്പം ഞാൻ നല്ല സംസാരിക്കുന്നത്. ഹായ് ഗായ്സ്. ചെറിയ ലോനെടുത്തി ചെറിയ ആളെ ബസ്സിന് കയറാം. പക്ഷെ പ്രൈവറ്റ് ബസ് കയറില്ലല്ലോ, പ്രൈവറ്റ് ബസ്സിൽ കൂടെ പോകുള്ളൂ. മറ്റേ ടൂറിസ്റ്റൊക്കെ പോവാം. എന്താ ബോർഡിൽ മറ്റേ കൊടുത്തില്ല. കൈ കുറച്ച് നോക്കി. 2013 ഇത് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ജനിച്ച പിറ്റേ കൊല്ലം ഇതാണ് എൻ്റെ. ഞാൻ ജനിച്ചാൽ അത്ഭുതം. മതിയേ തള്ളി തള്ളി, ഇത് എങ്ങോട്ടാ? മയ, ആർ യു ഹാപ്പി? കേക്കണില്ല. മായ ഇവിടെ വന്നപ്പോ എന്നോട് കാണണമെന്ന് പറഞ്ഞ ഏക സ്ഥലം ഇനി ഇവിടുത്തെ കയം കാണണമെന്ന്. സോ ഫൈനലി നമ്മൾ അവളെ കയം കാണിക്കാൻ കൊണ്ടുവന്നു. അപ്പം നമ്മൾ ഇതിൻ്റെ അടുക്ക് ഏട്ടൻ്റെ വീട്ടിലൊക്കെ പോയിണ്ടേനി. അവിടെ പോയി അവിടെ നിന്ന് എല്ലാവരും സംസാരിച്ച് അവിടുത്തെ നായ്ക്കുട്ടിയായിട്ടൊക്കെ ഞാനല്ല ഓള് കുറച്ച് നേരം അതിനൊക്കെ കളിപ്പിച്ച് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നതാ. ഇനി ഇവിടെയും തീരുന്നില്ല ഗൈസ് നമ്മളെ ഇന്നത്തെ പ്ലാൻസ്. ഇനി നമ്മൾ കോഴിക്കോട് പോകണം, ടൗണിൽ പോകണം എന്നൊക്കെയാണ് പ്ലാൻ. ഇത് അപ്പോൾ ഓക്കെ. അവിടെ നിന്ന് നമ്മൾ നേരിട്ട് പോയിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് ബീച്ചിലേക്കാണ്. നോമ്പുതുറന്റെ സമയമായതുകൊണ്ട് ബീച്ചിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുപോലെ ബീച്ചിന്റെ പല ഭാഗത്തായിട്ട് ഒരുപാട് നോമ്പുതുറ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാനല്ല, അവിടുത്തെ കുറേ ഉപ്പിലിട്ടതും മൈസറതിയും പിന്നെ കല്ലുമ്മക്കായി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കൊടുക്കണ്ട. നിങ്ങൾ വന്ന വണ്ടീനേക്കാൾ വലിയ വണ്ടിയില ഓല് വന്ന്, വലിയൊരു വണ്ടിയുടെ കാട്ടി തന്ന അതില ഓല് വന്നത്. ഗൈസ്, അപ്പം നമ്മൾ ഇവിടെ ബീച്ചിൽ വന്ന് കുറേ സാധനങ്ങൾ കഴിച്ചു. കല്ലുമ്മക്കായി കഴിച്ച്, കോളിഫ്ലവർ കഴിച്ച്, വീഡിയോ എടുക്കാൻ മാത്രം മറന്നുപോയി. പിന്നെ എന്താ വെച്ചാൽ കൂന്തൾ, പിന്നെ ഉപ്പിലിട്ട സാധനമൊക്കെ വാങ്ങിയിട്ട്
കല്ലുമക്കായ് അടിപൊളിയേനി, കോളിഫ്ലവറും നല്ലേനി, കൂന്തളത്ര ടേസ്റ്റ് ഇല്ലേനി. നമ്മള് വീഡിയോ എടുക്കാൻ മറന്നുപോയല്ലോ. പിന്നെ ഇവിടെ ഒരാൾ ഇവിടെ ഒരാള് പട്ട വാങ്ങി കുടുങ്ങി കുത്തിരിക്കുകയാണ്. അവരത് കളയാനും വയ്യ, എന്നിട്ട് കൊണ്ടെടുക്കാനും വയ്യ എന്നുള്ള അവസ്ഥയാണ്. സോ അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? എൻജോയ് ചെയ്തോ? നീ എൻജോയ് ചെയ്താ മതി. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഫുഡ് കഴിക്കാൻ, ഡിന്നർ കഴിക്കാൻ. അതിന് വയറിൽ ഇത്തിരി സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞങ്ങള് അമ്മനോട് ഒന്നും ഉണ്ടാക്കണ്ട പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാം എന്തുണ്ടാക്കാന്ന്, എന്നിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തിയിട്ട് പച്ചയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കും, അല്ലെങ്കിൽ ഈ വ്ളോഗ് ഇവിടെ തീരും. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി വ്ളോഗ് അവിടെ തീർന്നില്ല. കാരണം നമ്മൾ ബൺ ബോയിലേക്കൂടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് ചോക്ലേറ്റ് ഹേസൽനട്ട് ബണ്ണോ ചോക്കോലാവ ബണ്ണോ അങ്ങനെ എന്തോ ഒരു ബണ്ണും, ചിക്കൻ ടിക്ക ബൺ, എഗ് ടിക്ക ബൺ, പിന്നെ വാട്ടർമെലൻ മൊയ്റ്റോ അങ്ങനെയൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വർക്കിലോട്